ഹലോ ഗേസ്, ക്രിസ്മസ് ഒക്കെ വരല്ലേ? ഒരു കേക്ക് ഉണ്ടാക്കിയാലോ? പഴം വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 പഴുത്ത നേന്ത്രപ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം 2 മുട്ട, ആവശ്യത്തിനുള്ള പഞ്ചസാര എല്ലാം കൂടെ നല്ലോണം അടിച്ചെടുക്കണേ. അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ഇനി കുറച്ച് മൈദപ്പൊടി, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ എല്ലാം കൂടെ അരിച്ച് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തീർന്നിട്ടില്ല, 2 സ്പൂൺ കൊക്കോ പൗഡർ കൂടെ അരിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനിയാണ് കൈപ്രയോഗം. നല്ലോണം ഈ മിക്സ് ഒന്ന് ഇളക്കി എടുക്കണേ. നമ്മൾ എത്രത്തോളം ഇളക്കുക അത്രത്തോളം ഫ്ലഫി ആയി കിട്ടും കേക്ക്. ഇനി ഒരു കേക്ക് മോൾഡിൽ ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ആവിയിലാണ് വേവിക്കാൻ പോകുന്നത്. ഞാൻ ബട്ടറാണ് കേട്ടോ തേച്ച് കൊടുത്തത്. ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ തന്നെ ഇഡ്ഡലി തട്ടിൽ ഞാൻ ഇറക്കി വെക്കുന്നുണ്ടേ. കുറച്ച് സമയത്തിന് ശേഷം തുറന്നു നോക്കിയാൽ ഇതുപോലെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് കുത്തി നോക്കണേ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോന്ന്. നല്ല അടിപൊളിയായ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നുകൊണ്ട് നമുക്ക് ഇത് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.